കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വീക്സ് ആയിരുന്നു എനിക്ക് ഈ കഴിഞ്ഞു പോയതെല്ലാം. ഇവിടെ ഇപ്പോൾ സമ്മറൊക്കെ കഴിഞ്ഞിട്ട് വിൻ്ററിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ പീരീഡാണ്. പക്ഷെ നല്ല ക്ലൈമറ്റ് എന്ന് പറയാനും പറ്റില്ല, കാരണം രാവിലെയൊക്കെ വെയിലായിരിക്കും, രാത്രിയാകുമ്പോൾ തണുപ്പായിരിക്കും, പിന്നെ ഇടയിൽ മഴയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹെൽത്തൊക്കെ നല്ല വീക്കായിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് ഞാൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു സെപ്റ്റംബർ സെക്കൻഡ് വീക്ക് വരെയൊക്കെ എനിക്ക് ഫുള്ള് അസുഖം തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത് തീർക്കേണ്ട കുറേ പണികളുണ്ടായിരുന്നു. അത് ഞാൻ പലതും ഓൺലൈനൊക്കെ എൻ്റെ പ്രൊഫസേഴ്സിനൊക്കെ മീറ്റ് ചെയ്തിട്ടാണ് റൂമിലൊക്കെ ഇരുന്ന് ചെയ്യേണ്ടതൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും എനിക്ക് തന്ന ടാസ്ക് ഞാൻ ഡെഡ് ലൈനിനുള്ളിൽ ടച്ച് വുഡ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ ചെയ്ത് തീർക്കാറുണ്ട്. എൻ്റെ കുറേ ടാസ്ക് ഒക്കെ ചെയ്ത് തീർക്കുമ്പോഴാണ് എനിക്ക് തന്നെ ഒരു ആശ്വാസം ഉണ്ടാവുക. ഐ വാസ് സോ ബിസി ദാറ്റ് എനിക്ക് കുക്ക് ചെയ്യാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇൻസ്റ്റൻറ്റ് ഫുഡൊക്കെയാണ് വാങ്ങി കഴിക്കാറ്. അങ്ങനെ എൻ്റെ സബ്മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും മര്യാദയ്ക്ക് വെച്ചുണ്ടാക്കി തിന്നണം എന്ന് വിചാരിച്ച് ഷോപ്പിങ്ങിന് പോയി. ആ കൈയാണ് ഈ കാണുന്നത്. ഷോപ്പിങ്ങിനുള്ള ഗ്രോസറീസ് വാങ്ങിച്ചിട്ട് വരണത് എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. കാരണം എനിക്ക് പൊതുവേ ഷോപ്പിംഗ് ഇഷ്ടമില്ല. ഗ്രോസറി ഷോപ്പിംഗ് പറയേ വേണ്ട, ഒറ്റയ്ക്കും കൂടിയാകുമ്പോൾ ഇത്രയും ലഗേജ് കൊണ്ടുവരണ്ടേ. എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ പ്രൊഫസർ തന്നെ പറഞ്ഞു, നീ ഒരു ദിവസം ഓഫ് എടുത്തോന്ന്. അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ, അതായത് സബ്മിഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ഞാൻ ഒരു ദിവസം ഓഫ് എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കാമെന്ന്. കാരണം അത്രയും ദിവസം ഞാൻ ഫ്രോസൺ ഫുഡൊക്കെയാണ് കഴിച്ചുകൊണ്ടുണ്ടായിരുന്നത്. ഫ്രോസൺ, ഇൻസ്റ്റൻറ്റ്, പിന്നെ ലഞ്ച് ബ്രേക്ക് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊരു ദിവസം മര്യാദയ്ക്ക് ഉറങ്ങി ഫസ്റ്റ് തന്നെ. എന്നിട്ട് പുട്ടും ചെറുപയർ കറിയും ഉണ്ടാക്കി. പിന്നെ ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മീനും ഉണ്ടാക്കി. മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇവിടെ കാരിഫോറിൽ മത്തി കിട്ടും. പിന്നെ ഞാൻ എൻ്റെ ഡാൻസ് റിഹേഴ്സലിനൊക്കെ ഒരു മാസത്തോളം പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പണിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര സ്ട്രെസ്സായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് ഫിസിക്കലി മെൻ്റലിയും കൂടെ എടുക്കാൻ പറ്റാത്ത ഈ ട്രാവൽ റിലേറ്റഡ് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഞാൻ മുന്നേ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം ഞാൻ ഒറ്റ വീഡിയോ എടുത്തിട്ടുമില്ല. എനിക്കത് എഡിറ്റ് ചെയ്യാനും സമയമില്ല. പിന്നെ നമ്മുടെ വീഡിയോ ഒന്നും വെയിറ്റ് ചെയ്തിരിക്കാനും ആരും ഇല്ലല്ലോ.